സ്പെസിഫിക് ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. അപ്പൊ നമുക്കറിയാം Q ഈക്വൽസ് MC തീറ്റ. Q ഈക്വൽസ് MC തീറ്റ നമുക്കറിയാം. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. അപ്പൊ Q കാണണം. കാൽക്കുലേറ്റ് ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 5 കിലോഗ്രാം മാസ് 5 കിലോഗ്രാം അയൺ ഫ്രം 303 കെൽവിൻ ടു 343 കെൽവിൻ. 5 കിലോഗ്രാം ഇരുമ്പിന്റെ താപനില 303 നിന്ന് 343 കെൽവിനിലോട്ട് ഉയർത്തുവാൻ എത്ര താപം വേണമെന്ന് കണക്കാക്കുക. അപ്പൊ ഇരുമ്പിനല്ലേ ചൂടാക്കുന്നത്? അതിന്റെ മാസ് എന്താണ്? 5 കിലോഗ്രാം. അതിന്റെ മാസ് 5 ഇരുമ്പിന്റെ വിശിഷ്ട താപധാരിത സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 460 ജൂൾ കിലോഗ്രാം (-1) കെൽവിൻ (-1). ഇങ്ങനെ എഴുതാതെ സി തന്നിട്ടുണ്ട്. ഇനി തീറ്റ കാണണം. തീറ്റ എന്ന് പറയുന്നത് എത്രയാണ് താപനില ഉയർന്നത്? 343 ഉയർന്നു. എത്രയായിരുന്നു ആദ്യം? 303 ആയിരുന്നു ആദ്യം. അപ്പോൾ 40 കെൽവിൻ ഉയർത്തണം. ഇനി എളുപ്പമാണല്ലോ Q കാണാൻ. Q ഈക്വൽസ് എന്താണ്? MC തീറ്റ. അപ്പൊ Q ഈക്വൽസ് M എന്ന് പറയുന്നത് എത്രയാണ്? മാസ് എന്ന് പറയുന്നത് 5 ഇൻറ്റു C എന്ന് പറയുന്നത് എത്രയാണ്? 460 ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? 40. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 92,000 ജൂൾ, 92,000 ജൂൾസ് എന്ന് കിട്ടും. ഇത്രയും താപമുണ്ടെങ്കിലേ നമുക്ക് അത്രയും കെൽവിനാക്കി അതിനെ ഉയർത്തുവാൻ സാധിക്കുക ഉള്ളൂ. അടുത്ത പ്രോബ്ലം ആണ് ദി ടെമ്പറേച്ചർ ഓഫ് 0.5 കിലോഗ്രാം ഓഫ് വാട്ടർ. 0.5 കിലോഗ്രാം ഓഫ് വാട്ടർ. അപ്പൊ മാസ് എത്രയാണ്? 0.5 കിലോഗ്രാം ഓഫ് വാട്ടർ ഈസ് 303 കെൽവിൻ. അപ്പൊ 303 കെൽവിൻ ആണുള്ളത്. ഇറ്റ് ഈസ് കൂൾഡ് ടു 278. ഇത് 278 കെൽവിനാക്കി. 303 കെൽവിൻ 278 കെൽവിനാക്കി. അപ്പൊ 303 278 നമുക്ക് കുറയ്ക്കാം. അപ്പൊ 25 കെൽവിനിലോട്ട് താഴ്ന്നു. 25 കെൽവിനിലോട്ട് താഴ്ന്നു. അപ്പൊ തീറ്റ 25 കെൽവിനിലോട്ട് താഴ്ന്നു. 303 കെൽവിനുണ്ടായിരുന്നു 278 ആയി. അപ്പൊ 25 കെൽവിനിലോട്ട് താഴ്ന്നു. ഇനി വാട്ട് ഈസ് ദി ടൈം ടേക്കൺ ടു റീച്ച് 278 കെൽവിൻ? 278 കെൽവിൻ ആവാനുള്ള സമയം എന്ത്? എങ്ങനെ? ഇഫ് 87.5 ജൂൾ ഓഫ് ഹീറ്റ് ഈസ് ഗിവൺ ഔട്ട് ഇൻ ഈച്ച് സെക്കൻഡ്. ഓരോ സെക്കൻഡിലും 87.5 ജൂൾ ഹീറ്റ് പുറത്തേക്ക് വിട്ടാൽ എത്ര സമയം കൊണ്ട് ഇത് കൂളാവും? അല്ലെ ഈ പറഞ്ഞ ടെമ്പറേച്ചറിലോട്ട് എത്തും. 278 കെൽവിനിലോട്ട് എത്തും. അപ്പൊ ഇവിടെയും നമുക്ക് Q കണ്ടുപിടിക്കാം. അപ്പൊ C അറിയാം. വെള്ളമായോണ്ട് ജലമായോണ്ട് 4200 ആണ്. ജൂൾ കിലോഗ്രാം (-1) കെൽവിൻ (-1). ഇവിടെ എന്താണ് പ്രശ്നം? സമയമാണ് കാണേണ്ടത്. എങ്ങനെ? ഞാൻ പറയാം. 10 മിഠായി ഒരാളുടെ കയ്യിലുണ്ട്. ആകെ 10 മിഠായി ഉണ്ട്. ഒരു സെക്കൻഡിൽ ഒരു മിഠായി വെച്ച് തിന്നാൽ എത്ര സെക്കൻഡ് കൊണ്ട് ആ മിഠായി തിന്നു തീർക്കും? 10 കൊണ്ട്. അതുപോലത്തെ ഒരു കണക്കല്ലേ. നമുക്ക് ആകെ ഹീറ്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് ഒരു സെക്കൻഡിൽ പുറത്തു പോകുന്ന ഹീറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര സമയം കൊണ്ട് ഇത് കൂളാവുമെന്ന് കിട്ടും. അപ്പൊ ആകെ ഹീറ്റ് എന്ന് പറഞ്ഞാൽ Q ഈക്വൽസ് MC തീറ്റ ആണല്ലോ. MC തീറ്റ ഈക്വൽസ് 0.5 ഇൻറ്റു 4200 ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് 25. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 52,500 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. ഇതാണ് ഹീറ്റ്. ഈ ഹീറ്റ് ഇത്രയും ഹീറ്റ് ഉണ്ട്. അതിനകത്ത് 1 സെക്കൻഡ് ആകുമ്പോൾ 87.5 പോവും. അടുത്ത സെക്കൻഡ് ആകുമ്പോൾ 87.5 പോവും. അപ്പൊ എത്ര സമയം കൊണ്ട് ഇത് തീരുമെന്ന്? അപ്പോൾ T ആണ് കാണേണ്ടത്. T കാണാൻ എന്ത് ചെയ്യണം? ആ ടൈം കാണണമെങ്കിൽ 52,500 ആണ് മൊത്തമുള്ളത്. 1 സെക്കൻഡിൽ 87.5 വെച്ച് പുറത്തേക്ക് പോകും. അപ്പൊ മൊത്തം 600 ഹരിച്ചാൽ 600 സെക്കൻഡ് കൊണ്ട് ഇത് തണുക്കും. ഇവിടെ ഹീറ്റ് വലിച്ചെടുക്കുമല്ലേ? ഇത് ഹീറ്റ് പുറത്തേക്ക് പോവുകയാണ് ചെയ്ത്. 600 സെക്കൻഡ് കൊണ്ട് ഇത് തണുക്കും. അപ്പൊ എത്ര? 600 സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താക്കാം? മിനിറ്റ് വേണേ ആക്കാം, അല്ലെങ്കിൽ അവർ ആക്കാം. 600 സെക്കൻഡ് കൊണ്ട് തണുക്കും. അപ്പൊ ഇത് Q കാണാനുള്ള കണക്കല്ലായിരുന്നു. Q കണ്ട ശേഷം പിന്നീട് ചില കാണാൻ ഉണ്ട്. ശരി,
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം.